അഖ്മാറുകി, ഇത് നിങ്ങളുടെ മൂന്നെണ്ണത്തിൽപ്പെട്ട ആദ്യത്തെ ചന്ദ്രഗോളമാണ് ഈ കിടക്കുന്നത്. അതായത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൂമിൽ തന്നെയാണ് രണ്ടാമത്തെ ഗോളമായി വന്നത് അവരുടെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കണം, ആ റൂമിൽ തന്നെയാണ് ഹബീബിൻ്റെ കൂടെ കിടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഗോളമായി വന്നത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമേ, നല്ലവരായി ജീവിച്ച് നല്ലവരോടൊപ്പം ജീവിച്ച് നല്ലൊരു മരണം കിട്ടിയിട്ട് നല്ല ഒരു മഹാത്മാവിൻ്റെ കൂടെ മഹത്തുക്കളുടെ കൂടെ ഖബറിൽ കിടക്കാൻ കഴിയുന്നത് സിദ്ദീഖ് എന്നവർക്കും ഉമർ എന്നവർക്കും ഹബീബിൻ്റെ കൂടെ കൂടാൻ കഴിഞ്ഞ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണത്, എത്ര വലിയ സൗഭാഗ്യം. ആയിഷ ബീവിയോട് ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, മോനെ ആയിഷ ബീവിയോട് ചോദിക്കണേ, എൻ്റെ ഹബീബായ നബി തങ്ങളുടെയും എൻ്റെ കൂട്ടുകാരനായ സിദ്ദീഖ് എന്നവരുടെയും കൂടെ ബീവിയുടെ റൂമിൽ എന്നെയും കിടത്തുമോ? അവിടെ ഒരു ഖബറിൻ്റെ ഒഴിവുണ്ടല്ലോ, അത് എനിക്കാക്കി തന്നൂടെ എന്നൊന്ന് ചോദിക്കുമോ? ലോകത്തെ ഏറ്റവും വലിയ ദാനം ചെയ്തത് ആയിഷ ബീവിയാണ് എന്ന് മഹാന്മാർ പറയും. എന്തേന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ, ആ ചരിത്രത്തിലേക്ക് നമുക്ക് വരാനുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പരിശുദ്ധമായ വീട്ടിലാണ് നബിതങ്ങൾ കിടക്കുന്നത്, സിദ്ദീഖ് എന്നവരും കിടക്കുന്നത്. അവിടെ ഒരു ഖബറിന് കൂടെ ചാൻസ് ഉണ്ട്. അത് ആയിഷ ബീവി അവർക്ക് വേണമെന്ന് വിചാരിച്ചതാണത്. കാരണം ഒരു അരികത്തുള്ളത് വാപ്പയാണ്, ഇപ്പുറത്തുള്ളത് ഭർത്താവാണ്, അപ്പം അവിടെ കിടക്കാലോ. ആയിഷ ബീവിയോട് ചോദിക്കണേ, മോനെ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ബീവിയോട് പറയണം, ഉമർ എന്നവർ അങ്ങയോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ഖബർ അവിടെ കുഴിക്കണമേ. വയറാകെ കീറി മുറിഞ്ഞ് കിടക്കുകയാണ് ഉമർ എന്നവർ, മരിക്കുമെന്നുറപ്പായി. ബീവി പറഞ്ഞു, എനിക്ക് വേണ്ടി കരുതി വെച്ച ഇടമാണത്. എന്നാൽ അമീറുൽ മുഅ്മിനീൻ അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലം, അവരുടെ സ്വന്തം റൂം, സ്വന്തം വീട് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വിട്ടുകൊടുത്തത് ലോകത്ത് ഏറ്റവും വലിയൊരു ദാനമാണ്. അതുമല്ല, ഉമർ തങ്ങൾ അവസാനത്തെ ശ്വാസം വലിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് മോനോട് പറഞ്ഞു, മോനെ ഒന്നുകൂടെ ചോദിക്കണേ ആയിഷ ബീവിയോട്, ബീവിൻ്റെ പൊരുത്തം വേണം. എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ബീവിയുടെ റൂമിൻ്റെ തൊട്ടരികത്തൊന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് പറയണം, ഉമർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നു ബീവി, നിങ്ങളുടെ റൂമിൽ ഉമർ എന്നവർക്ക് ഖബർ കുഴിച്ചോട്ടെ എന്ന് എനിക്ക് വേണ്ടി ചോദിക്കണേ ഒന്നുകൂടെ. വല്ല സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊണ്ടാണ് ഉമർ എന്നവർ ചോദിക്കുന്നത്, എങ്ങനെ നോ പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബീവി സമ്മതിച്ചതെങ്കിൽ എനിക്കത് വേണ്ട, ബീവിയുടെ പൊരുത്തം വേണം. ഉമർ തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ റൗളയുടെ മുമ്പിൽ അത് ഇറക്കി വെച്ചിട്ടുണ്ട്, ജന്നത്തുൽ ബഖീൽ വേറെ ഖബർ കുഴിക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഒന്നുകൂടെ ചോദിക്കണേ എന്ന വാപ്പയുടെ വസിയ്യത്ത് മോൻ ചെന്ന് ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയോട്, യാ ഉമ്മൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ മാതാവായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഉമർ എന്നവരെ മറവ് ചെയ്യട്ടെയോ? അങ്ങേക്ക് സമ്മതമാണോ? ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. മൂന്നാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആയിഷ ബീവി പറയുന്നു, ഞാൻ കണ്ട സ്വപ്നം എത്ര മനോഹരം. 3 ചന്ദ്രന്മാർ എൻ്റെ ഈ റൂമിൽ വന്ന് കിടക്കുന്നു. അതിലൊന്ന് പുണ്യനബി, പിന്നെ എൻ്റെ ഉപ്പ, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും മഹത്തരമായ 3 പേർ, മഹോന്നതരായ 3 മഹാന്മാർ. എല്ലാവരും ആ ഖബറിലാണ്. ഇവിടെ പെണ്ണുങ്ങളെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണേ. ആയിഷ ബീവി പറയാറുണ്ട്, എൻ്റെ ഉപ്പയെയും എൻ്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ റൂമിൽ മറവ് ചെയ്തതിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ പിടിക്കാനോ വേണ്ടി കയറി ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ തല മുഴുവൻ മറക്കാറില്ല. വസ്ത്രവിധാനത്തിൽ കൈ കാണുന്ന അവസ്ഥയുണ്ടാകും, എൻ്റെ കഴുത്ത് കാണുന്നുണ്ടാകും, കാലിൻ്റെ ചില ഭാഗങ്ങൾ കാണും. വീട്ടിൽ ജോലി ചെയ്യുന്ന വസ്ത്രത്തിലല്ലയോ, എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറയും, ഇതെൻ്റെ ഭർത്താവാണ് കിടക്കുന്നത്, ഇതെൻ്റെ ഉപ്പയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടക്കിടയിലൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ.
എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ശരീരം മുഴുവൻ മറക്കാതെ ആ ഖബർ കിടക്കുന്ന റൂമിലേക്ക് ഞാൻ കടന്നിട്ടില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹയാഅൻ മിൻ ഉമർ, ഉമർ എന്നവരോട് തോന്നിയ നാണം കൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയുമ്പോൾ, എൻ്റെ പെൺകുട്ടികളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല, ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളതുമല്ല. ചാരിത്രശുദ്ധിയാണ് ഇസ്ലാം ഒരു പെൺകുട്ടിക്ക് നേടിക്കൊടുത്ത ഏറ്റവും വലിയ ആഭരണം. മരിച്ചു കിടക്കുന്ന ഉമർ എന്നവർ, അവരുടെ റൂഹാണ് അവിടെയുള്ളത്, അവിടുത്തെ പരിശുദ്ധമായ ശരീരം മണ്ണിനുള്ളിൽ കിടക്കുകയാണ്. എന്നിട്ട് പോലും ആ ഖബറിൻ്റെ അരികത്തേക്ക് ചൊല്ലുമ്പോൾ ഒരു അന്യ പുരുഷൻ്റെ മുമ്പിലേക്ക് ചൊല്ലുന്ന പോലെ ഞാൻ വസ്ത്രവിധാനം ചെയ്യുമായിരുന്നു എന്ന് പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിലൂടെ ഒരു നാണവും ലജ്ജയുമില്ലാതെ കളകളായെന്ന് ഉറക്ക സംസാരിച്ച് നമ്മുടെ ബസ്സുകളിലും റോഡുകളിലും കഫകളിലും ഷോപ്പിംഗ് മാളുകളിലും ഉറക്ക വർത്തമാനം പറഞ്ഞ് പ്രായപൂർത്തിയായ അന്യപുരുഷന്മാരുടെ കൂടെ, ചെറുക്കന്മാരുടെ കൂടെ കറങ്ങിത്തിരിയുമ്പോൾ സ്വതന്ത്ര ഭാരതം, സെക്കുലറിസം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഔവലൻ വ ആഖിറൻ നമ്മുടെ ഈമാനെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നമ്മുടെ അഖീദയെക്കുറിച്ച്, നമ്മുടെ അമലിനെക്കുറിച്ച് നാളെ ചോദ്യമുണ്ട്. അതുകൊണ്ട് അച്ചടക്കം എന്നത് അള്ളാഹു നിർബന്ധമാക്കിയത് എത്ര ഗൗരവത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയത് എന്ന് ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കണം. എൻ്റെ വസ്ത്രങ്ങളെല്ലാം മുഴുവനായും ഞാൻ എന്നെ മറച്ചുകൊണ്ടാണ് ഉമർ എന്ന മൂന്നാമത്തെ ഖമർ, മൂന്നാമത്തെ ചന്ദ്രഗോളം എൻ്റെ റൂമിൽ വന്ന് വീണത്. അതായത് ഉമർ എന്നവരുടെ ഖബർ കുഴിച്ചപ്പോൾ, മഹാൻ അവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ, പിന്നെ ഞാൻ ഒരന്യ പുരുഷൻ്റെ മുമ്പിലേക്ക് എങ്ങനെയാണോ പോകേണ്ടത്, എങ്ങനെയാണോ വസ്ത്രവിധാനം ചെയ്യേണ്ടത്, അങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു ചെന്നത് എന്ന് മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 32 33 വയസ്സായിരിക്കും പ്രായം. ആ പ്രായത്തിൽ മഹദി പറഞ്ഞ വാക്കാണ്. ഉമർ എന്നവർ അവിടെ വന്ന് കിടക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 30 വയസ്സാണ് പ്രായം, ഉമർ എന്നവർ വഫാത്താകുമ്പോൾ. അതുകൊണ്ട് യൗവനം അല്ലാഹു നൽകുന്ന സൗന്ദര്യം പ്രദർശന വസ്തുവാക്കാനുള്ളതല്ല. അത് നിങ്ങളുടെ ഹലാലായ ഭർത്താവിന് അവർക്ക് കാണാൻ പറ്റുന്നത് നാട്ടുകാർക്ക് നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ നേരിടുന്ന നാളിലെങ്കിലും ഈ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കൊതിച്ചു പോയേക്കും. അതുകൊണ്ട് അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരാണോ എന്നെ സ്വപ്നത്തിൽ കാണുന്നത് അവരെന്നെ തന്നെയാണ് കാണുന്നത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ഫീ സൂറതി ലാ യതകവ്വനുനി ലാ യതമസ്സലു ബിയ ശൈത്വാൻ എന്നൊക്കെ വാക്കുകളുണ്ട് ഹദീസിൽ. എൻ്റെ യഥാർത്ഥ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്വപ്നം കാണുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ഒരഭിലാഷമാണ്, മുഅ്മിനിൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടൊരു സൗഭാഗ്യമാണ്. ഹബീബിനെ സ്വപ്നം മനസ്സുകൊണ്ട് കൊതിച്ചോളൂ, ആഗ്രഹിച്ചോളൂ, ദുആ ചെയ്തോളൂ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് തങ്ങളുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് വായിക്കണം, പഠിക്കണം. തങ്ങൾ എങ്ങനെയായിരുന്നു ഏതെങ്കിലും ഒരു കറുത്തൊരു മനുഷ്യനെ കണ്ടു, ഇത് നബിയാന്ന് പറഞ്ഞു, അത് നബിയല്ല. എന്തേ? തങ്ങൾ കറുത്തിട്ടായിരുന്നില്ല. കുറിയ ഒരു മനുഷ്യനെ കണ്ടു, നല്ല താടിയൊക്കെ ഉണ്ട്, തലപ്പാവുണ്ട്, ഹൈറ്റ് വളരെ കുറവാണ്, അല്ലെ ഒരുപാട് ഹൈറ്റുള്ള ആളാണ്, നബിയാന്ന് പറഞ്ഞു, അത് നബി തങ്ങളല്ല. തങ്ങളുടെ രൂപമേതാ ആ രൂപത്തിൽ കണ്ടാൽ നബിയാണ്, അതേതിനർത്ഥുള്ളൂ. അങ്ങനെ മനസ്സിലാക്കണം. അതിനാണ് ഷമാഇലു തുർമുദി, ഇമാം തുർമുദിയുടെ ഷമാഇലുൽ മുഹമ്മദിയ എന്ന് പറയുന്ന നബി തങ്ങളുടെ ശരീരത്തിൻ്റെ രൂപം വിവരിച്ച ഹദീത്തിൻ്റെ ഭാഗമുണ്ട്. അത് ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഉണ്ട്, മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഷമാഇലുൽ മുഹമ്മദിയ, പുണ്യനബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു, അവിടുത്തെ കൺപുരികം, അവിടുത്തെ കണ്ണുകൾ എങ്ങനെയാണ്, അവിടുത്തെ തലമുടി താടിരോമം എങ്ങനെയാണ്, അവിടുത്തെ പല്ലുകൾ എങ്ങനെയാണ്, വിരലുകൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ നെഞ്ചെങ്ങനെയായിരുന്നു, അവിടുത്തെ ഹൈറ്റും വെയ്റ്റും, അവിടുത്തെ കാലുകൾ എങ്ങനെയാണ്, പുഞ്ചിരി എങ്ങനെയാണ്,
നബി തങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, സന്തോഷം വന്നാൽ എങ്ങനെയാ, തങ്ങൾക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയായിരുന്നു മുഖം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് കൊടുത്താൽ വരച്ച് തരാൻ പറ്റും, പക്ഷേ വരക്കാൻ പാടില്ല. അതൊരു അവിടുത്തെ നബുവത്തിനോട് ചെയ്യുന്ന അപമര്യാദയാണ്, ചെയ്യാൻ പാടില്ല. എല്ലാ ഡിസ്ക്രിപ്ഷനും A to Z നമ്മുടെ മുമ്പിലുണ്ട്. തങ്ങളുടെ കൃത്യമായ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ വരക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് വായിക്കണം, പഠിക്കണം. എന്നിട്ട് കാണുമ്പോഴാണ് തങ്ങളെയാണോ കണ്ടത് എന്നറിയുള്ളൂ. പിന്നെ കാണുന്ന ആൾ സത്യസന്ധനാവണം. വഅസ്ദഖുഹും റുഅയാ അസ്ദഖുഹും ഹദീസാ. വായ തുറന്നാൽ നുണ പറയുന്ന ആളുകൾ, അവർക്ക് നബി തങ്ങളെ കാണാൻ കഴിയൂല. സത്യസന്ധരായ ആളുകൾക്കാണ് സത്യസന്ധമായ സ്വപ്നങ്ങൾ ഉണ്ടാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉറങ്ങേണ്ടത് സുന്നത്തനുസരിച്ച് ഉറങ്ങണം. വുളൂഎടുത്തുറങ്ങണം. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇന്നംസക്ത നഫ്സി ഫർഹംഹാ. ദുആ ഉന്നവും ഉറങ്ങുമ്പോഴുള്ള ദുആ പഠിക്കണം. അത് ചൊല്ലിയിട്ട് കിടക്കണം. ഫാത്തിഹ ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇതൊക്കെ ചൊല്ലാനുള്ളതാ. അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, ഇത് മുഴുവൻ ചൊല്ലിയ കൂലി കിട്ടും. ഉറങ്ങി എണീക്കുന്നവരെ ചൊല്ലിയ കൂലി കിട്ടും. ഇത്രയും ഉറങ്ങുമ്പോഴേക്കും ഉറക്കും ശരിക്കും വരും ചെയ്യും. ഇങ്ങനെ സുന്നത്തിൽ ഉറങ്ങിയിട്ട് കാണണം. അത് സത്യസന്ധമായ സ്വപ്നമാണ്. പിന്നെ സാധാരണ അവസ്ഥയിൽ ഉറങ്ങണം. എങ്ങനെ? വിശന്ന് ഉറങ്ങുകയാണ്, അങ്ങനെ ഉറങ്ങരുത്. ഒരുപാട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുറങ്ങുകയാണ്, അതും ആവരുത്. നല്ല ദാഹിച്ചിട്ട് ഉറങ്ങുകയാണ്, അങ്ങനെ വരരുത്. ടെൻഷൻ അടിച്ച് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഉറങ്ങുകയാണ്, അതും ആവരുത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സത്യസന്ധമായ സ്വപ്നം കാണൂല. നമ്മുടെ ആ ടെൻഷനുമായി ബന്ധപ്പെട്ട സ്വപ്നമേ കാണുള്ളൂ. സത്യസന്ധമായ സ്വപ്നം കാണണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നോർമലായിരിക്കണം. പാകത്തിന് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് വിശപ്പോ ദാഹമോ ഒന്നുമില്ല, പേടിച്ചിട്ടും കിടക്കുകയല്ല, നോർമലായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് കാണുമ്പോൾ ഇതിനല്ലാഹു അവസരം നൽകും. യാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്വപ്നം കൊണ്ടൊരു നിയമം നടപ്പാക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അതിക്രമിച്ചു എന്നറിയാം. ഞാനൊരു 5 മിനിറ്റ് കൂടെ മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു കാര്യം പഠിപ്പിച്ചു. സ്വപ്നം കൊണ്ട് ഒരു നിയമം നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മുമ്പിൽ സ്വപ്നത്തിൽ പിശാചു വന്നത് മഹാനവറുകൾ പറയുന്നുണ്ട്. ഒരു തീയിൻ്റെ മുകളിൽ കയറി നിന്നിട്ട്, ഞാൻ അള്ളാഹുവാണ് അബ്ദുൽ ഖാദിറെ, ഞാൻ ഈ ഉമ്മത്തിനെ ഹറാമാക്കിയത് മുഴുവനും നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. അപ്പോഴാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ വറുകൾ, ഇഖ്സ യാ അദുവല്ലാഹ്, ഒന്ന് തോറ്റുപോ, നാണിച്ചുപോ, നിന്ദ്യനായിട്ട് പോ പിശാചേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബിനില്ലാത്ത നിയമം എനിക്കോ? ഇൽമുണ്ടായപ്പോൾ മഹാ മനസ്സിലാക്കി, സ്വപ്നം കൊണ്ടൊരു നിയമം നടപ്പാക്കാൻ കഴിയില്ല. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി അന്നത്തെ ഭരണാധികാരിയായിരുന്ന അൽ മഹദിയുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ മഹദി രാജാവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അയാൾ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, വാളും കൊല്ലാൻ കിടത്തുന്ന പായയും ഇങ്ങോട്ട് കൊണ്ടുവരൂ, അലയ്യ ബിസ്സൈഫി വന്നത, രണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വരുമ്പോൾ നച്ച വേണം, സൈഫ് വേണം. ഇയാളെ കൊല്ലാൻ പോവുകയാണ്. വമാ തസ്നഉ ബിഹി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനായ അൽ മഹദി, വാളും കൊലയാളിയെ കൊലപ്പെടുത്തപ്പെടുന്ന ആളെ കൊല്ലാനുള്ള പായയും എന്തിനാ കൊണ്ടുവരുന്നത്? അഖ്തുലുക, നിങ്ങളെ കൊല്ലാൻ തന്നെ എന്ന് പറഞ്ഞു ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി ഖാദിയോട്. അദ്ദേഹം ചോദിച്ചു, വലിമ, എന്തിനാ എന്നെ കൊല്ലുന്നത്? ഞാൻ സ്വപ്നം കണ്ടു, നിങ്ങൾ എൻ്റെ വിരിപ്പിൽ ചവിട്ടുകയും എന്നിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ സ്വപ്നവ്യാഖ്യാതാക്കളോട് ചോദിച്ചു, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ രാജാവ് കാണാൻ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി എന്ന് പറയുന്ന മഹാനവറുകളെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ. എന്താ കാണുന്നത്? അദ്ദേഹം രാജാവിൻ്റെ കാർപ്പറ്റിലേക്ക് നടന്നു വരുന്നു, പിന്നെ രാജാവിന് മുഖം കൊടുക്കാതെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ രാജാവ് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആൾക്കാരോ കണ്ടു, തിരിയാത്ത ആളുകളായിരിക്കും. അവർ പറഞ്ഞു, രാജാവേ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ നിങ്ങളോട് വെറുതെ സ്നേഹവും ബഹുമാനവും കാണിക്കുകയാണ്, ഇയാളുടെ മനസ്സിനുള്ളിൽ ഒന്നുമില്ല, നിങ്ങളോട് ഒരു സ്നേഹമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഭയങ്കര ബുദ്ധിയാണ്.
രാജാവേ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇബ്രാഹിം നബിയാണോ? ഇബ്രാഹിം നബിയുടെ സ്വപ്നം സത്യസന്ധമായ സ്വപ്നമായിരുന്നു, അത് വഹയായിരുന്നു. നിങ്ങൾ ഇബ്രാഹിം നബിയാണോ? അല്ല. നിങ്ങളുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു തരാൻ തന്ന ആളുകൾ യൂസുഫ് നബിയെ പോലെയാണോ? സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കള്? അതുമല്ല. അതുകൊണ്ട് നുണ പറയുന്നൊരു സ്വപ്നം കണ്ടിട്ട് മുഅ്മിനീങ്ങളുടെ ചോര നിങ്ങൾ ഹലാലാക്കുകയാണോ? നിങ്ങൾ കണ്ട ആൾ നിങ്ങൾ ഇബ്രാഹിം നബിനെ പോലെയാണോ? അല്ല. സ്വപ്ന വ്യാഖ്യാനം നടത്തിയിരുന്ന യൂസുഫ് നബിയുണ്ട്. യൂസുഫ് നബിൻ്റെ പോലെയാണോ നിങ്ങളുടെ കൊട്ടാരത്തിലെ സ്വപ്ന വ്യാഖ്യാതാക്കൾ? അതുമല്ല. എന്നിട്ട് നിങ്ങൾ ഇബ്രാഹിം നബി അല്ല, നിങ്ങളുടെ ഇത് വ്യാഖ്യാനിക്കുന്നവർ യൂസുഫ് നബിൻ്റെ ക്വാളിഫിക്കേഷനും ഇല്ല. ആ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നതും കേട്ട് ഇബ്രാഹിം നബിൻ്റെ പൗരുഷം നിങ്ങൾക്കില്ലല്ലോ, അങ്ങനത്തെ നിങ്ങൾ പച്ചപ്പാവമായ എന്നെ പോലെയുള്ള മുഅ്മിനീങ്ങളെ കൊല്ലാൻ നടക്കേ നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ പേരിൽ. അപ്പം അദ്ദേഹത്തിന് നാണം വന്നു, പേടിച്ചു. അങ്ങനെ പിന്മാറി മാൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അറിവും ഇൽമും ഉണ്ടായതിൻ്റെ പേരിൽ ഒരു സ്വപ്നം കൊണ്ട് ഒരു നിയമം നടപ്പാക്കാൻ പാടില്ല എന്നാണ്.